അപ്പം നമുക്ക് ഹോളിഡേ ട്രാവൽസ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. നമ്മുടെ പുതുപുത്തൻ വണ്ടിയാണ്, സെഡസ്ട്ര മോഡല് പ്രകാശിപ്പിച്ച്. നല്ല വലിയ സൗണ്ട് വരുന്നുണ്ട്. പോലെ അപ്പൊ ബാക്കിയുള്ളത് എടുക്കാം. ആ റോഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താട്ടോ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കൂടെ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് കാട്ടിത്തരാം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഹോളിഡേയ്സ് ട്രാവൽസ് ഒരു പുതിയൊരു പുത്തൻ വണ്ടി എടുത്ത് നമുക്ക് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയിലാണ് കേട്ടോ. അപ്പോൾ വന്നത് വേറൊന്നുമല്ല, നമുക്കൊരു പുതിയൊരു വണ്ടി വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പുത്തൻ വണ്ടികളുടെ ഒരു എന്താ പറയുക വല്ലാത്തൊരു ശേഖരം തന്നെ നടത്തുന്നുണ്ട് അല്ലേ. നമ്മുടെ സ്ലീപ്പർ വണ്ടി ചെയ്തു, അതിനുശേഷം മേഷറിൻ്റെ ഒരു പുതിയ മോഡൽ വണ്ടി ചെയ്തു, പിന്നെ നമ്മുടെ ഡറാഡോ ചെയ്തു. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു പുതിയൊരു വണ്ടി വന്നിരിക്കുകയാണ്. ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞുള്ള വണ്ടിയാണത്. മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയിലാണ് അതിൻ്റെ ആസ്ഥാനം വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ചാനലിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയ സ്ഥലം ഒരു പുഴ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോണത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം. ഇതൊരു പാലാണ്, ആ പാലത്തിൻ്റെ മുകളിലാണ് നമ്മുടെ വണ്ടി ഇട്ടേക്കണത്. അപ്പോൾ ആദ്യം നമ്മുടെ ക്രൂ മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമസ്കാരം ചേട്ടാ, എന്താ പേര്? ബിജേഷ്. അത് പിടിക്കും. എന്താ പേര്? ബിജേഷ്. ബിജേഷ്. എത്ര ഇപ്പൊ ഇതില് ഈ വണ്ടിയിലേക്ക് കയറിയിട്ടൊക്കെ? ഇതിന്റെ മുന്നേ വേറൊരു വണ്ടിയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. കയ്യിൽ 65 K 58 59, അതായത് BS4 ആയിരുന്നു. അത് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ടൂറിസ്റ്റ് ബസ് അല്ലേ? ടൂറിസ്റ്റ് ബസ് തന്നെ. ഇപ്പോൾ ടൂറിസ്റ്റിലേക്ക് ഫീൽഡിലേക്ക് തന്നെ വന്നിട്ട് ഏകദേശം 12 വർഷത്തോളായി. ഇപ്പോൾ ഈ വണ്ടി എടുത്ത് ഇപ്പോൾ വണ്ടി ഓട്ടൽ തുടങ്ങിയിട്ടില്ല. 2 ദിവസം കൊണ്ട് ഓട്ടമായി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വണ്ടി ഓടിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് സ്മൂത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയുണ്ട് BS6 ലൈലൻഡ്? BS6 ലൈലൻഡ് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് യൂസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ അറിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ പുതിയതിലേക്ക് BS6 മാറി വരിക. സെൻസർ ടൈപ്പ് ഒക്കെ. പക്ഷേ BS4 സെൻസർ ടൈപ്പ് തന്നെയാണ്, എന്നാലും കുറച്ചും കൂടി വ്യത്യാസപ്പെടുത്തിയിട്ടാണല്ലോ BS6 ഉള്ളത്. ഒന്നുകൂടിയുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് വരണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചാലേ കഴിയുള്ളൂ. നമുക്ക് കണ്ടാൽ പറയാൻ പറ്റുമല്ലോ, ഓടിച്ച് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ തന്നെ. എന്നാലാണ് പിന്നെ എക്സ്പീരിയൻസ് കഴിഞ്ഞാലേ ശരിക്കും ഇതിന്റെ എങ്ങനെയുണ്ട്. ഇപ്പോൾ BS6 ലൈലൻഡ് വന്നതിന് ശേഷം ഇപ്പോൾ പുതിയ OBD 2 സീരീസ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കട്ടെ. വേറെ 2 പേര് കൂടി നമ്മളെ ഡ്രൈവർമാർ തന്നെയാണ്. ഒരാള് ഡ്രൈവർ. അപ്പൊ അവരെ കൂടി ഒന്ന് ഉൾപ്പെടുത്താം. എന്താ അവിടെ ഇതിനുള്ളിൽ പെടായിരുന്നപ്പോ പെട്ടെന്ന് മാറിപ്പോയി. മെയിൻ ഡ്രൈവർ വിജയോടാണ്. എന്താ പേര്? എൻ്റെ പേര് അനീഫ. വെക്കണമെന്നില്ല, അതിൽ വെച്ചാൽ മതി. പേര്? ഹനീഫ. ഹനീഫ. ഇവിടെ തന്നെയാണല്ലോ സാർ? ഇവിടെ തന്നെ, പരപ്പനങ്ങാടി. ഇതിൽ ഡ്രൈവറാണ്? ഇതിൽ അതിന് ഞങ്ങളെ കമ്പനിയുടെ വേറെ വണ്ടി ഉണ്ട്, അതിൽ ഡ്രൈവറായിട്ട്. വേറൊരു വണ്ടി കൂടി കണ്ടു അതിലത്തെ. പിന്നെ ഈ ചേട്ടാ?
എൻ്റെ പേര് സൽഗുൺ, ഞാൻ ആ വണ്ടിയിലെ ക്ലീനറാണ്. പിന്നെ പിന്നെ മറ്റേ വണ്ടിയാ ഈ വണ്ടിയാ? ഇതിൻ്റെ പഴയ വണ്ടി. വേറെ ആളുകൂടി ഉണ്ടായിരുന്നു അല്ലേ? ഇർഫാൻ, അവന് വരണ്ടേ ഫോൺ ചെയ്ത് ആളെ പരിചയപ്പെടുത്തട്ടെ. അവരാണ് ഇതിൽ ഓക്കെ, ആളതിൻ്റെ കൂടെ ഒപ്പം പോണതല്ലേ? ശരി 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 ശരി. എന്താണ് മാറിപ്പോയപ്പോ? എന്താ പേര്? ജസ്റ്റ് പേര് ചോദിക്കാൻ ഒന്ന് പരിചയപ്പെടാം, അത്രേ ഉള്ളൂ. ഇർഫാൻ. അപ്പൊ ഇതിലെന്താ ഈ വണ്ടിയിലാണല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ പരപ്പനങ്ങാട്ടില്ല? അല്ല, ഞാൻ ചിളരി. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. അപ്പോൾ ഞാനെന്നാ ബാക്കി വീഡിയോയിലേക്ക് കിടക്കട്ടെ. ഞങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നു മാത്രം. അപ്പോൾ നമ്മുടെ വണ്ടി BS6 നമ്മുടെ ഹോളിഡേ. നമ്മളിത് ഹോളിഡേ എന്ന് പറയുമ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളിതിന് മുന്നേ ഒരു മിസ്റ്റർ ഹോളിഡേയ്സ് ചെയ്തു. MR ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ പറഞ്ഞത് തെറ്റായിരുന്നു. മിസ്റ്റർ ഹോളിഡേയ്സ് എന്നായിരുന്നു സംഭവം അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വിഡ്ഢിത്തരായി. അപ്പോൾ ഇത് ഹോളിഡേ, വെറും ഹോളിഡേ ആണ് കേട്ടോ. ഹോളിഡേ ട്രാവൽ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് ആ വിൻഷീൽഡിൻ്റെ പോർഷനിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ ഒരു അവരുടെ ടെക്സ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കുന്നുണ്ട് ആ ഫോണ്ടൊക്കെ കാണാനായിട്ട്. ഇവിടെ പിള്ളേരിങ്ങനെ അവിടെ കുളിക്കുന്നുണ്ടോ, അത് കാരണം സൗണ്ട് കുറച്ച് കയറി വരിക അവരുടെ കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മുടെ ക്രൂ മെമ്പേഴ്സൊക്കെ നമുക്ക് സപ്പോർട്ടാണ്. അതാണ് അവരെയൊക്കെ ഒന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് കേട്ടോ. പിന്നെ ഇതിൽ ഓണറെ ഒന്ന് ഉൾപ്പെടുത്തണമായിരുന്നു. അദ്ദേഹം പുറത്ത് എവിടെ പോയിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ആളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ പോർഷനും അതുപോലെ കൊമ്പിൻ്റെ പോർഷനൊക്കെയാണ് നമ്മൾ കാണുന്നത്. സ്ഥിരം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയണതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും എടുത്ത് പറയാൻ ഒന്നുമില്ല. കാരണം വെച്ചാൽ നമ്മുടെ സ്ഥിരം ഒരുപാട് BS6 ശ്രേണിയിൽ വരുന്ന നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ എത്ര എണ്ണമാണെന്ന് പറയാൻ പറ്റില്ല, അത്രമാത്രം ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരുപാട് വണ്ടികൾ എനിക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി ഒന്നും ചെയ്യണില്ല. ചില വണ്ടികളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യണമെന്ന് മാത്രം നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അത്രേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പിടി വണ്ടികൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പം അതിൽ ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് വണ്ടികൾ ചെയ്ത് കഴിയുകയും ചെയ്തു. അപ്പോൾ ഹോളിഡേ ട്രാവൽ എക്സ്പ്രഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ നമ്മൾ കളർ കോഡിൽ ആ സമയത്ത് ഒരുപാട് വണ്ടികൾ ചെയ്യാൻ പറഞ്ഞിരുന്നത്, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും കളറൊക്കെ വന്നിട്ട് സീനായില്ലേ, പിന്നെ അത് സീലുണ്ടായില്ല. അപ്പോൾ ഫ്രണ്ട് പോർഷനൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ബമ്പറിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഇതുപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അത് സെഡ് അസ്ത്രയിൽ അറിയാലോ, ഇങ്ങനത്തെ ഒരു ഡിസൈൻ പാറ്റേണാണ് അവർ ഫോളോ ചെയ്യുന്നത്. പ്രകാശിൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹണികോം ഗ്രില്ല് കാര്യങ്ങളൊക്കെയാണ് ബോണറ്റ് ഹൂഡിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെഡ് അസ്ത്ര എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് പ്രകാശ്. ഇതിലിപ്പോൾ ഈ സെഡാൻ മോഡലും ഇവർ കെട്ടി കൊടുക്കുന്നുണ്ട് പ്രകാശ്. പക്ഷേ ആൾക്കാർ ഇങ്ങനെ എടുക്കണില്ല. പഴയ മോഡൽ വണ്ടിയാണെന്ന് തോന്നും വിചാരിച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ എല്ലാവരും പുതിയതിലേക്ക് കിടക്കുകയാണ്. ഈ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലാഭത്തിന് ഉപരി കുറേ നഷ്ടമുണ്ട്. സെൻസർ വണ്ടി ആണെന്നതിലുപരി നമുക്ക് പഴയ വണ്ടി കൈകാര്യം ചെയ്യുന്നതുകൂടി എളുപ്പമാണ്. ഇത് കുറച്ച് നമ്മളിതിനെക്കുറിച്ച് കുറച്ച് അറിയാം, പഠിച്ചിരിക്കണം. അല്ലാതെ ഒരു വണ്ടി കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ എന്താണെന്ന് വെച്ചാൽ മറ്റേ പഴയ BS4 വണ്ടിയിലൊന്നും നമുക്ക് അഡ്വാൻസ് സാധനങ്ങളൊന്നും ഇല്ലല്ലോ, BS3 വണ്ടിയിലൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചിലവ് നമുക്ക് സേവ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊന്നും സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അഡീഷണൽ ചിലവായില്ലേ, അപ്പോൾ വലിയൊരു പ്രോഫിറ്റ് കിട്ടില്ല. അപ്പോൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ്. ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഹെഡ് ലാംപ്സ് കണ്ട 3 പോർട്ടഡ് ഹെഡ് ലാംപ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്പുറത്ത് ഇൻഡിക്കേറ്റർ ലാംപ്സും കാര്യങ്ങളൊക്കെ കാണാം. BS6 എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ഥിരം നമ്മുടെ പഴയ വണ്ടിയിൽ നമ്മൾ പഴയ ഇതിന് മുന്നേ ചെയ്ത വണ്ടികൾ നമ്മൾ ഒരുപാട് പുത്തൻ വണ്ടികൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകൾ. ബമ്പർ, അതിൻ്റെ ബമ്പറിൻ്റെ മുകളിൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഓവറോൾ ലുക്ക് ഹോളിഡേയുടെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി സൈഡ് ലെവലിലേക്ക് പോകാം. നമുക്ക് ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുന്നേയും കൊടുത്തിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ പ്രത്യേകതയൊന്നുമില്ല. സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇരു ഭാഗത്ത് വന്നാലേ ഇത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സൈഡ് ഡോറും കാര്യങ്ങളാണ്. അത് പുറത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ട്, നമ്മൾ സ്ഥിരം പറഞ്ഞിട്ടുള്ളതാണ്. പുറത്ത് ഇതുപോലൊരു സ്വിച്ച്, എമർജൻസി സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യം. പിന്നെ പ്രകാശിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ടിൻറ്റഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ് അവിടെ ഈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പുഴയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല വൈബല്ലേ, അവിടെ പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ നമ്മുടെ ബാറ്ററി ബോക്സിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഞാൻ ഓപ്പൺ ആക്കണില്ല തുറന്നിട്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ലൈലൻഡ് വണ്ടിയാണ്. ഇത് സെഡ് അസ്ത്ര പ്രകാശാണ് ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയറിൻ്റെ
ടയറിൻ്റെ സൈസൊക്കെ 295/86 125 സൈസിലാണ് ഇതിൻ്റെ ടയർ സൈസൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ എ സിയുടെ ആ ഒരു സംഭവമുണ്ട്, ആ ഒരു പൈപ്പ് കിടക്കുന്നില്ല, അത് എ സിയുടെ വെള്ളവും കാര്യങ്ങളൊക്കെ പോകാനുള്ള തോന്നും. ബാറ്ററി ബോക്സാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ടൂൾസിൻ്റെ ഒരു ബോക്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ ബോഡി ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ തുറക്കണതിൻ്റെ മുകളിൽ കണ്ട ഒരു റിഫ്ലക്ടറൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലോ, നല്ല രസമായിരിക്കുന്നുണ്ട് അത് കാണാനായിട്ട്. സ്പെയർ വീലുണ്ട്. പിന്നെ അടിയിലായിട്ട് ഇതുപോലെയുള്ള LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീല് ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പിന്നെ ബാക്കിൽ വരികയാണെങ്കിൽ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ള മിഷ്ലിൻ ടയർ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഇതുപോലെ ബോഡി ലൈറ്റ്സ് കാണാം. പിന്നെ അതുപോലെ ലഗേജിൻ്റെ ഒരു ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. AL65U9419. ഇതാണ് മലപ്പുറം പരപ്പനങ്ങാടി രജിസ്ട്രേഷൻ കോഡ് തോന്നുന്നു അല്ലേ. എന്തായാലും ഓവറോൾ ലുക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഈ ഒരു പുഴയുടെ തീരത്ത് ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ലൊരു ചന്തമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുകളിലൊക്കെ ഉണ്ടോ ഒരു ടിൻറ്റഡ് ആണ് അല്ലേ, ഈ ഗ്ലാസിൻ്റെ ഇതൊക്കെ വന്നേക്കണേ. പിന്നെ കട്ടനും ഒരു ബ്ലൂ തീമിലാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല മറഞ്ഞ് കിടക്കുന്നുണ്ട്. കളർ കോഡ് വന്നപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ എടുത്ത് പറയാൻ മാത്രമൊന്നും ഇല്ലല്ലോ അല്ലേ. ഇനി ബാക്കിലേക്ക് പോവാം. ബാക്കിൽ വരികയാണെങ്കിൽ ബാക്കിൽ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പ്രകാശിൻ്റെ സഡസ്ത്ര മോഡൽ വരുന്ന ബാക്ക് ആ ഒരു യു അല്ലെങ്കിൽ ബി ഷേപ്പായിട്ടുള്ളൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും ഫോളോ ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ടൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ലാഡർ പകുതിയുള്ളത്, ഇതിൻ്റെ ബാക്കി പകുതിൻ്റെ ഉള്ളിലുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഈ വണ്ടി ഇതിന് മുകളിലൊക്കെ കയറണമെങ്കിൽ ലാഡറിൽ അത് പറ്റൂല, അത്രയും നല്ല ഹൈറ്റ് അല്ലേ. പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോഴേക്ക് കൊമ്പ് ചില്ലൊക്കെ നോക്കണം, അത്രയും ഹൈറ്റാണ്. പിന്നെ ഇതാണ് നമ്മുടെ ടെയിൽ ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, പാർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, ആ ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊന്ന് എഴുതിയെടുത്തുള്ളൂ എല്ലാവരും. ഞാൻ അത് മറ്റേതല്ലേ എന്താ പറയുക, ഡിസിഷൻ ബോക്സിൽ നമ്പർ ഇടുകയും ചെയ്യാം, പിന്നെ പിൻ ചെയ്യാം ഇവരെ നമ്പർ കാര്യങ്ങളൊക്കെ. ഓട്ടണമെങ്കിൽ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കയറി വരട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വേനൽക്കാലമായി കാരണം നമ്മൾ സന്ധ്യ നേരത്തെ അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കല്, അല്ലാതെ നടക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ബാക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ. നമുക്കിത് ബാക്ക് നമ്മുടെ ആ ബൂട്ട് സ്പേസ് വേണമെങ്കിൽ തുറന്ന് കാണിക്കണമെങ്കിൽ കാണിച്ച് തരാം, വിഷയമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറേ വീഡിയോയിൽ നമ്മളത് തുറന്ന് കാട്ടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു പുതുമ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ തുറക്കേണ്ട ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് പുതുമയൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ അതിലേക്ക് അധികം കിടക്കാത്തത്. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ അകലേന്ന് കാണിച്ച് തരാം. അകലേന്ന് കാണുമ്പോൾ ഈ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ട. കളർ കോഡ് വന്നതോടുകൂടി തന്നെ നമുക്ക് വണ്ടി ചെറുതായ പോലെ തോന്നും. എപ്പോഴും കളർ ഉണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു വലിപ്പം വെച്ച ഫീലാണ്. ഇതൊരു കുഞ്ഞു വണ്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ ഒരു കളർ കോഡ് വന്നാൽ. അപ്പോൾ ആ വയലറ്റ് ഷെയ്ഡും പിന്നെ ആ യെല്ലോ കളർ കൂടിയപ്പോഴേ ഒരു എന്താ പറയുക, നമുക്ക് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഉള്ളതിനാണ്. ഇപ്പോൾ ആ ജീസസ് നമ്മൾ ചെയ്തില്ലേ മുന്നേ, ആ ജീസസ് ബസ്സിൻ്റെ പോലെ കളർ കോഡ് ഓരോരുത്തർക്കും ഓരോ കളർ അടിക്കാമെന്നെങ്കിലും വരണമല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ഭംഗിയായിരുന്നു. എന്തായാലും ഓവറോൾ ലുക്ക് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ കളർ കോഡ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, എല്ലാവർക്കും ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത് എല്ലാവരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം. ഇവിടെ വരുമ്പോൾ ലഗേജ് ബോക്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഫുഡ് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് കുറേ കാലങ്ങളായിട്ട് തന്നെ അതിപ്പോൾ നമ്മൾ പറയണതാണ്, സ്ഥിരമായിട്ടുള്ളതാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ. 3 ഫുഡ് സ്റ്റെപ്പാണ് അതിൽ ഉള്ളത്. പിന്നെ ഒരു എമർജൻസി എക്സിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാക്ക് വീലിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അധികം പറയാനൊന്നുമില്ല. ഡീസലിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഡീസലിൻ്റെ ആഡ് ബ്ലൂവിൻ്റെ ഒക്കെ കണക്ക് ഇത് ആഡ് ബ്ലൂ ആണ്. ആഡ് ബ്ലൂവിൻ്റെ ഡെഫിൻ്റെ കണക്കൊക്കെ നമ്മൾ മുന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് പറഞ്ഞ് വീണ്ടും വെറുപ്പിക്കുന്നില്ല. ഇത് എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെയാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ആ ഡോറ് മുകളിലേക്ക് കയറാനുള്ള ഡോർ, ഡ്രൈവർക്ക് കയറാനുള്ള ഡോറ് കാര്യങ്ങളൊക്കെ. അതിന് മുകളിൽ നമ്മുടെ സെബ്രോ വന്ന സമയത്ത് തൊട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ സൈഡിൽ കൊടുക്കണം കേട്ടോ. അത് അന്നോട്ട് ഞാനത് ശ്രദ്ധിച്ചത്. അന്നോട്ടത് ഇപ്പോഴും അതുപോലെ തന്നെ ഒരു മാറ്റമില്ലാതെ പ്രകാശം അത് ബിൽറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്.
അപ്പോൾ സ്ഥിരമായിട്ട് ഒരു എന്താ പറയുക, ഇപ്പോൾ നമുക്കൊന്ന് പുതുമയൊന്നും ഇല്ല ഇപ്പോൾ പറയാനായിട്ട്, എല്ലാ വണ്ടികളും ഒന്ന് തന്നെ. അപ്പോൾ പിന്നെ പണ്ടൊക്കെ വെച്ചാൽ ലൈറ്റ് സൗണ്ട് എന്നൊക്കെ പണ്ട് കാണിക്കാറുണ്ട്, അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് നമുക്കൊരു ഓരോ വീഡിയോ ചെയ്യുമ്പോൾ. പിന്നെ വീഡിയോ ചെയ്തല്ലേ പറ്റും. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മളെ പുറത്തുനിന്നുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. ഓവറോൾ കണ്ടില്ലേ, ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ നന്നായിരിക്കുന്നുണ്ട് വണ്ടിയുടെ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഹോളിഡേ ട്രാവൽ എക്സ്പെഡിഷൻ, ആ കൊമ്പും അതുപോലെ മുകളിലുള്ള ടോപ്പ് ലൈറ്റ്സും ഒക്കെ നല്ല ലെവലായിരിക്കുന്നുണ്ട്, ഭംഗിയായിരിക്കുന്നുണ്ട്. ആ ഗ്രില്ലൊക്കെ എനിക്ക് ഭയങ്കര ഇവിടുത്തെ ഈ ലുക്ക് ഉണ്ടല്ലോ, കണ്ണ് പോലെ, അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇനി നമുക്ക് വണ്ടി ഉള്ളിൽ കയറാം കേട്ടോ. തന്നെ രാത്രി ഒരുപാട് ലേറ്റായി ആ സീനാണ്. ഉള്ളിൽ കയറിയിട്ട് ബാക്കി പറയാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കുറച്ച് പറയാനുള്ളതൊക്കെ പറയാം. ആദ്യം നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ ഒരു ഉള്ളിൽ കയറിയിട്ട് പറയാറുണ്ട്. അതായത് ആദ്യം ഞാൻ കയറി ഉള്ളിൽ കയറി പോകും, എവിടെ നമ്മുടെ സീറ്റ് ഒക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക്. അപ്പോൾ അവിടെ പോകണ്ട, അത് പിന്നീട് പോവാം. ഒന്നുകൂടി ഇരുട്ടായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണിക്കാം. അതിന് മുന്നേ നമുക്ക് ഫ്രണ്ട് നമ്മുടെ ഈ ഒരു ഏരിയ, അത് ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. അപ്പോൾ ഈ ഒരു അശോക് ലൈനിൻ്റെ വണ്ടിയിൽ ഇതിൻ്റെ 13.5 മീറ്റർ, 12 മീറ്റർ, 10.5 മീറ്റർ, 11 മീറ്റർ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ക് ചേസുകൾ വരുന്നത്. അപ്പോൾ ചില വണ്ടികൾ ഫ്രണ്ട് ബാക്കും എയറുള്ളതുണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉള്ളതുണ്ട്, റിട്രാർഡർ ബ്രേക്ക്, എൻജിൻ ബ്രേക്ക്, അങ്ങനെ എല്ലാ ഓപ്ഷൻ കൂടിയ വണ്ടികളും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ചേസ് വില കൂടുന്നത് എന്താ വെച്ചാൽ ഫുൾ ഓപ്ഷൻ വണ്ടിക്കാണ്. ഇപ്പോൾ കാറിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഓപ്ഷൻ കുറഞ്ഞ വണ്ടികൾ, പിന്നെ ഓപ്ഷൻ കുറച്ചുകൂടി കൂടിയത് ഫുൾ ഓപ്ഷൻ വണ്ടി, അങ്ങനെ. അപ്പോൾ ഇതിലും ഫുൾ ഓപ്ഷൻ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിപ്പോൾ നൈറ്റ് സർവീസ് വണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില വരുന്നത്. 50 ലക്ഷത്തോളം ചേസിന് വില വരുന്നത്, 45 തൊട്ട് 50 ആണ് ചേസിന് വില. മറ്റേ വണ്ടിക്ക് 35 ലക്ഷമൊക്കെയാണ് ചേസ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് ചേസിനൊക്കെ 35 ലക്ഷത്തോളം ചേസിന് വില വരുന്നു. പിന്നെ സ്ലീപ്പറിൻ്റെ ബോഡി കെട്ടണ അനുസരിച്ച് അതിനും വില കൂടും. പല ബോഡികളും ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ബോഡി അനുസരിച്ച് റേറ്റ് കൂടും. ഇതിൻ്റെ മറ്റേ സീറ്റർ വണ്ടി ആയി കഴിഞ്ഞാൽ അത്ര വിലയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതാണോ ആപ്റ്റ് അതിനനുസരിച്ചുള്ള വണ്ടികളാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിന് ഇപ്പോൾ ഫുള്ള് റിട്രാർഡറോ അല്ലെങ്കിൽ എൻജിൻ ബ്രേക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട്. റിട്രാർഡറോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന് ആവശ്യമില്ല. അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്താ പറയുക, ക്രൂസ് കൺട്രോൾ സിസ്റ്റം, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു നൈറ്റ് സർവീസ് വണ്ടിക്കൊക്കെ അത് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വണ്ടിയിൽ സ്റ്റീറിംഗ് വീലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഇവിടെ കണ്ട ഇതിന് ക്രൂസ് കൺട്രോൾ സിസ്റ്റം ഉണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് ഇത് ക്രൂസാണ്, ഇത് ക്രൂസ് കൺട്രോളറാണ്. അപ്പോൾ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ഓപ്ഷൻ വണ്ടി ഇതിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇങ്ങനെ തിരഞ്ഞെടുക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് വേണം, അതല്ലെങ്കിൽ നമുക്ക് റിട്രാർഡർ വേണം എന്നൊക്കെ പറഞ്ഞാൽ, ക്രൂസ് കൺട്രോൾ സിസ്റ്റം വേണമെന്ന് പറഞ്ഞാൽ റിട്രാർഡർ ഇതിനെ ഇല്ല തോന്നുന്നുണ്ട്. ഈ വണ്ടിക്ക് റിട്രാർഡർ ഇല്ല. നമ്മുടെ നൈറ്റ് സർവീസ് പോകുന്ന 13 മീറ്റർ നമ്മളന്ന് ചെയ്തില്ല. ആ വണ്ടിക്കൊക്കെ റിട്രാർഡർ ഉണ്ട്, എക്സോസ്റ്റ് ബ്രേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻജിൻ ബ്രേക്ക് ആ കാണുന്നത് കണ്ടില്ലേ, അത് കാണുന്ന എൻജിൻ ബ്രേക്ക്. അപ്പോൾ അത് കുറച്ചുകൂടെ നീക്കിന്നിട്ട് പറയാം. ഇതാണ് ഇതിൻ്റെ എൻജിൻ ബ്രേക്ക് എന്ന് പറയുന്ന സാധനം. പിന്നെ ഇത് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച്, പിന്നെ ഹസാർഡ്, പിന്നെ എക്സ്റ്റേണൽ ഇൻഹിബിറ്റ്, അങ്ങനെയുള്ള അത് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, പൊല്യൂഷൻ കുറയ്ക്കാനൊക്കെ. അതിന് മുന്നത്തെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി, അത് ഞാൻ വ്യക്തമായിട്ട് ഓരോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് പോർട്ടിൽ കാണാം. പിന്നെ ഹസാർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലസ്റ്റർ അനലോഗും ഡിജിറ്റലായിട്ടാണ് അതിൽ ക്ലസ്റ്റർ വന്നേക്കണേ. ഇതിൽ ലൈക്ക്, ഡിസ്ലൈക്ക്, നമ്മൾ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ്, ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ടൈം, അങ്ങനെ എല്ലാം ഇതിൽ കാണിക്കും. അപ്പോൾ അങ്ങനത്തെ നല്ല സെറ്റപ്പ് അതിൽ ഫുള്ള്. ചാവി കൊണ്ട് ഓൺ ചെയ്താൽ പിന്നെ എന്താ പറയുക, ഇഷ്ടം പോലെ സാധനങ്ങൾ അതിൽ വരിക കത്തിയിട്ട്. പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡമ്മി സ്വിച്ചുകൾ അടക്കമുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ AC ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ജിങ്കയുടെ AC ആണ്. അപ്പോൾ അവിടെ അവരുടെ ജിങ്കയുടെ ACയുടെ യൂണിറ്റും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ ഒരു ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 6+1 ഫോർവേഡ്, 6 ഫോർവേഡ് +1 റിവേഴ്സ്, 7 ഗിയറാണ് അതിൽ ടോട്ടലായിട്ട് വരുന്നത്. പിന്നെ പുതിയ വണ്ടിയാകാൻ കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാവും. ഇത് ക്ലച്ച് പെടൽ ഇങ്ങനെയൊക്കെയാണ്. മുന്നത്തെ ഈ ഒരു ഫീലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര വിഷമമാണ് ഇപ്പോൾ ഈ ഒരു ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ആക്കിയത്. കുറേ പേർക്ക് പഴയ ക്ലച്ച് പെടൽ വേണം, ബ്രേക്ക് പെടൽ വേണം എന്നൊക്കെ പറയും. പക്ഷേ കാലാനുസൃതമായി നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്തേക്ക് പോകും. കാരണം വെച്ചാൽ നമ്മുടെ ഭാരത് ബെൻസ് പോലത്തെ വണ്ടികളൊക്കെ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വോൾവോ വണ്ടികളും സ്കാനിയ വണ്ടികളൊക്കെ ആ ലെവലിൽ ടെക്നോളജിയിലെ കാറ് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കണം എന്ന് വിചാരിക്കുന്ന ടീമാണ് അവർ. അപ്പോൾ അതാണ് അതുകൊണ്ട് അപ്പോൾ ഇവർക്കും പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് അവരും കാലാനുസൃതമായി മാറ്റങ്ങളൊക്കെ വരുത്തി. പണ്ട് അവിടെയായിരുന്നു ഇതിൻ്റെ എന്താ പറയുക, പാർക്കിംഗ് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർക്കിംഗ് ബ്രേക്കൊക്കെ വെച്ചേക്കുന്നത് ആ മൂലയിലാണ്. അതാണ് പാർക്കിംഗ് ബ്രേക്ക്.
പിന്നെ സൈഡ് സീറ്റൊക്കെ ഇതുപോലത്തെ ഒരു സീറ്റാണ്. ഇത് ആൾട്രേറ്റ് ചെയ്തിട്ടുള്ള സീറ്റ് അതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ എനിക്ക് പക്ഷേ ആ ചൂരലായിട്ടിരിക്കുന്നതിന് ഇഷ്ടം. ചൂരലിരിക്കുമ്പോൾ എന്താ വെച്ചാൽ നടുവേദന വരില്ലേ. അപ്പോൾ ഇങ്ങനത്തെ സീറ്റ് നല്ലത് എയർ സീറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എയർ ആണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പുഷ്പക സീറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സുഖം കിട്ടില്ല. മറ്റേത് എന്തിനാ വെച്ചാലേ അത് എന്തുകൊണ്ടാണ് അവർക്ക് ഇതുപോലത്തെ സീറ്റ് ഉണ്ടാക്കാറിയാതല്ല, അവരെന്തുകൊണ്ട് അത് ഡിസൈൻ ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് റൂട്ട് പോകുമ്പോൾ നമ്മുടെ മേലിൽ നിന്ന് വേനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ചൂരൽ പോലത്തുള്ള സീറ്റുകൾ അവർ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. മനസ്സിലായോ? പിന്നെ ഇവിടെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൊടുത്തിട്ടുണ്ട്, ഇതാ കിടക്കണു ഫയർ എക്സ്റ്റിങ്ക്വിഷർ. പിന്നെ ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്. പിന്നെ ഉള്ളിൽ കാര്യമായിട്ട് ഇപ്പോൾ സെറ്റ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാം. ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്കിൽ BRS ആണ് സെറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കാണാനുള്ളത്. ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കണ്ട ഇവിടെയൊക്കെ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നീട് എത്താം. നമുക്ക് ഉള്ളിൽ പോയതിന് ശേഷം നമുക്ക് അതിലേക്ക് എത്താം. ഓക്കെ, ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ബാക്കി പറയാം. അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ നമ്മൾ മുന്നിലുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേക മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, അത് തന്നെയാണ്. എന്തായാലും ഓവറോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഉള്ളിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് പറയാമല്ലോ. എന്നാൽ ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പം ഞാൻ വണ്ടിയുടെ ഉള്ളിലൊന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ക്ലസ്റ്ററിൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറി ഇവിടെ വന്നാൽ നമ്മുടെ ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. വലിയൊരു ഇത് BRSലാണ് സെറ്റ് വർക്ക് ചെയ്തേക്കണത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ ഇതുപോലത്തെ ഒരു പഞ്ച് ബോക്സ് ഉണ്ട്, അതിന് പറയാം. ആ സംഭവമാണ്. അതിന് മുകളിലൊക്കെ ഇപ്പോൾ ഇതുപോലെയുള്ള ലൈറ്റ് വർക്കുകളാണ് ചെയ്യണത്. അതുപോലെ തന്നെ മുകളിൽ ഈ ഒരു എന്താ പറയുക മറ്റെന്താ സംഭവമില്ലേ അടിക്കണത്, അതിനെന്താ പേര് പെട്ടെന്ന് ഇത് ഓർമ്മയും കിട്ടില്ല പേര്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റുകൾ. പിന്നെ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഇപ്പൊക്കെ ഒരു മെറ്റീരിയൽ വുഡൻ ഫിനിഷിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുറേ തമിഴന്മാരുടെ വണ്ടിയൊക്കെ കണ്ടു വുഡൻ ഫിനിഷ്. ഇത് വുഡൻ അല്ല കേട്ടോ, ഇത് ഒരു എന്താ പറയുക ഒരു തകിടിൻ്റെ മുകളിലാണ് ഇത് അടിച്ചു വെച്ചേക്കണത്. ആ തകിടിൻ്റെ മുകളിൽ കൂടിയാണ് ഇങ്ങനെ ഈ സ്ട്രിപ്പല്ല എന്താ പറയുക ഇതുപോലെയുള്ള ലൈറ്റ് ഇങ്ങനെ പോയി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകളിലൊക്കെ ആ തകിടിൻ്റെ ഷീറ്റിലാണ് കേട്ടോ ഇവരുടെ വർക്ക് വന്നിട്ടുള്ളത്. ഞാൻ ചിലവരുടെയൊക്കെ വണ്ടി കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ വുഡൻ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വുഡൻ ഫിനിഷല്ല ചെയ്തേക്കണത്, ഇത് ഒരു ഷീറ്റാണ്. എന്ത് മെറ്റീരിയൽ എനിക്കറിയില്ല. ഒരു ഷീറ്റിൻ്റെ മുകളിലാണ് അവരിങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വരച്ച് വെച്ച് ആ സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ ഒട്ടിച്ചേക്കണത്. നല്ല ഭംഗിയുണ്ട്. ഇതൊരു പൂച്ചക്കുട്ടിയാണെന്നാണ് തോന്നണത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഇവിടെ മിക്കി മൗസ് പോലത്തെ ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. ഹോളിഡേ എന്ന് അവിടെ അടിയിൽ നെയിമിങ് കൊടുത്തിട്ടുണ്ട്. AC ആണ് വണ്ടി പറഞ്ഞല്ലോ. അപ്പോൾ ഇത് AC-യുടെ ബ്ലോറ് കാര്യങ്ങളൊക്കെയാണ്. ആ AC-യുടെ ബ്ലോറിന് തൊട്ട് മുന്നേ ആയിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള ഒരു വർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ ഇതുപോലെ ഒരു വർക്ക്, അത് AC ബ്ലോറിൻ്റെ തൊട്ട് പുറത്തായിട്ട്. പിന്നെ അതിങ്ങനെ റൺ ചെയ്യുന്നുണ്ടോ ഓടണുണ്ടോ, സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടോ. അത് പല പല കളറിലാണ് അത് ഇങ്ങനെ ഓടി മറയുന്നത് കേട്ടോ. നല്ല അഴകായിരിക്കുന്നത് കാണാനായിട്ട്. ഇപ്പോൾ ബാക്കിലുള്ള ആ ലൈറ്റിൽ നിന്ന് മറ്റു സംഭവങ്ങൾ ഇങ്ങനെ പുറപ്പെടുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പുറപ്പെടുപ്പിക്കുക എന്താ പറയുക ഈ സംഭവം ഈ ലൈറ്റിൻ്റെ പേരുണ്ടായിരുന്നേ, അതെന്താ പേര് നാവുന്ന് പോയി. അതിങ്ങനെ പക്ഷേ ഇത് ഭയങ്കര ലേസർ ലൈറ്റ് തന്നെ. ഈ ലേസർ പക്ഷേ കണ്ണനൊക്കെ ഡേഞ്ചറാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അധികം നോക്കണില്ല. അപ്പോൾ ലേസർ ലൈറ്റ് പിന്നെ അതുപോലെ സ്മോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ പിള്ളേർക്ക് ഹരം. അപ്പോൾ ഈ വണ്ടിയിൽ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ ഇതിൽ ഒരു ലൈറ്റ് അടിയത്തെ ബർത്തിൻ്റെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, അതൊന്നും ഇടിയിക്കാൻ നമുക്ക്. ഇനിയും കുറച്ച് ലൈറ്റൊക്കെ ഉണ്ടാവും, ചിലപ്പം വിട്ടുപോയതാവും. ഇവിടെ ഒരു മിക്കി മൗസ് വേറൊരാൾ ഡിങ്കൻ നിൽക്കണുണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. ഇതെല്ലാം ഇങ്ങനെ ഈ പാട്ടിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഓടിക്കളിക്കുക. ഇപ്പോഴും അത് ഓടിക്കളിക്കുന്നുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്, നല്ല രസമായിരിക്കുന്നുണ്ട്. പിന്നെ കാട്ട് വെച്ച് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ഇത് ഇവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര ഇഞ്ചിൻ്റെ TV ആണ്? 50 ഇഞ്ചിൻ്റെ TV ആണ്. പിന്നെ നമ്മളെ ഈ ഒരു ബെർത്തിൻ്റെ ഈ ലൈറ്റുകളൊന്നും നമ്മളിടുന്നതാണോ? ഇവിടെ സ്വിച്ച് ഉണ്ടോ? അതാ അവിടെ നിന്ന് ഇടാൻ പറ്റുമോ? ലൈറ്റും ജസ്റ്റ് ഒന്ന് ഇടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് ചില ലൈറ്റുകൾ ഓഫായിട്ട് കിടക്കുക, അതുകൊണ്ടാണ് അധികം വെളിച്ചം തോന്നാത്തത്. അപ്പോൾ വേണ്ട ഒരു ഒന്നുകൂടി വെളിച്ചം വന്നില്ലേ, വേണ്ട ഭയങ്കരമായിട്ട് മാറ്റം വന്നു. അതാ പറഞ്ഞത്, അതെല്ലാ ലൈറ്റും കയറി വരണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു വെളിച്ചം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ.
കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫുൾ ലൈറ്റ് ഇപ്പോൾ കിട്ടും. അപ്പോൾ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ. അപ്പോൾ 3+2 ലേഔട്ടിൽ ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ ഇതുപോലെ ഈ പറഞ്ഞില്ലേ ഇതാ ഈ സംഭവം, ഇതിൻ്റെ മുകളിൽ കൂടെ ലൈറ്റുകൾ ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ട്. അടിയിൽ ഇതുപോലെ നമ്മുടെ ബെർത്തിൻ്റെ മുകളിലുള്ള ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. 2 സൈഡിലും ബെർത്തിൻ്റെ താഴെ ഇതുപോലെ ലൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ VS6 പ്രകാശ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ താഴെയൊക്കെ കണ്ടില്ലേ, ടിപ്പിക്കലായിട്ടുള്ള അവരുടെ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തേക്കണത്. പിന്നെ സീറ്റിനൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ വുഡൻ നമ്മുടെ ഫിനിഷോട് കൂടിയൊരു സംഭവം, പിന്നെ അലുമിനിയം കോട്ടിങ്, ഇതൊക്കെ സ്ഥിരം നമ്മൾ പ്രകാശിൽ കാണുന്ന സംഭവങ്ങൾ തന്നെയാണ്. വലിയ മാറ്റമൊന്നുമില്ല. ഇത് പുത്തൻ വണ്ടിയാണ്. പുതിയ വണ്ടി തന്നെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കേണ്ട. ഓട്ടമൊന്നും പോയിട്ടില്ല. ഓട്ടം പോകണേക്കാട്ടും മുന്നേ തന്നെ നമുക്ക് ഈ വണ്ടി വീഡിയോ ചെയ്യാൻ കിട്ടി. അപ്പോൾ എന്തായാലും ഇനി കോളേജും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ എന്താ പറയുക നമ്മുടെ കോളേജും പിന്നെ എന്താ പറയുക കോളേജും പ്രസ്ഥാനങ്ങളെല്ലാം ഭരിക്കേണ്ട ഒരു സംഭവമാണല്ലേ നമ്മുടെ ഈ ഒരു ബസ്. ഇതിനപ്പുറത്താണ് ലെജൻഡിൻ്റെ ട്രാവൽസ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് അറിയേണ്ടിയിരുന്നില്ല. എന്തായാലും നമുക്ക് ഇങ്ങനൊരു വണ്ടി കിട്ടിയത് നന്നായി. കുറേ നമ്മളിങ്ങനെ എത്രയും ലൈറ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടി നമ്മൾ കണ്ടിട്ട് വേണ്ട അഴകൊക്കെ ആയിരിക്കണ്ടല്ലേ. ശരിക്കാണ് വണ്ടിയുടെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലൈറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം. എല്ലാവരും പറയും ഈ ലൈറ്റ് കോസാ പാടുള്ളൂ, അല്ലെങ്കിൽ കളറ് അടിച്ച് ഓടിക്കണം. പക്ഷേ ഈ കളറ് അടിച്ച് ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോയി, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ലൈറ്റ് കൂടി ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കി പിന്നെ എന്തിനു കൊള്ളാം. നമ്മൾ അത്യാവശ്യമൊക്കെ എല്ലാം വേണം, ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും കൂടില്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകൾ. പിന്നെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോയെന്ന് അറിയില്ല. ബാക്കിയുള്ളതൊക്കെ പിന്നെ എമർജൻസി എക്സിറ്റൊക്കെ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഫാനുകൾ കൊടുത്തിട്ടുണ്ട്, 2, 4, 6 ഫാൻ വെച്ചിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത് പറയണ്ടല്ലോ, നമുക്ക് നമ്മുടെ സ്ഥിരം പറയണ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ അതൊക്കെ. ഓവറോൾ അടിപൊളിയായിരിക്കുന്നുണ്ട്. പിന്നെ ഈ സ്പീക്കറുകളൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. ഈ സ്പീക്കറൊക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേണൊക്കെ എല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റില്ലാത്ത ഒരു ഭാഗവുമില്ല. അത്യാവശ്യം സെറ്റ് വർക്ക് എന്താ പറയുക VRS അത്യാവശ്യം നല്ല പൈസ മേടിച്ചിട്ടുണ്ടായിരിക്കും ഈ വർക്കിനൊക്കെ. കാരണം വെച്ചാൽ നമുക്കൊക്കെ ഈ വർക്ക് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടും കാശ് ചിലവുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ ഇതൊന്ന് തിരിച്ച് റിട്ടേൺ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മളൊരു എന്താ പറയുക നമ്മളൊരു സന്തോഷം, വണ്ടി ഭ്രാന്ത് അല്ലേ, ആ ഭ്രാന്തിൻ്റെ പുറത്താണ് അതെല്ലാം കൊണ്ടു നടക്കുന്നത്. പിന്നെ ഇവിടെ ശരിക്കും കൂളർ വരാറുണ്ട്. കൂളർ ഇവിടെ ഇവർ ഫ്രിഡ്ജ് വെച്ചിട്ടില്ല തോന്നുന്നു. അത് പണി ഞാൻ പറഞ്ഞു പുതിയ വണ്ടിയാണ്. അപ്പോൾ ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കിട്ടും, പിടിപ്പിക്കും. അതില്ലാതെ പോകാൻ പറ്റില്ലല്ലോ, ട്രിപ്പൊക്കെ എങ്ങനെ പോവാം. പിന്നെ ഇവിടെ നമുക്ക് ചാർജും പോർട്ടൽസൊക്കെ കാണാൻ സാധിക്കും. പിന്നെ മൊബൈൽ ഒക്കെ ഇട്ട് വയ്ക്കാനുള്ള ഭാഗമൊക്കെ ഉണ്ട്. ഇത്രയ്ക്കൊക്കെ തന്നെയാണ് പിന്നെ ഉള്ളിൽ പറയാനുള്ളത്. നമുക്കിനി വേറെ അടുത്ത പരിപാടി പറഞ്ഞാൽ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. എന്നിട്ട് ഓടിച്ച് നോക്കി വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ചൂടായ കാരണം നമ്മൾ സന്ധ്യ നേരത്തെ വന്നിട്ട് എടുക്കണത്, അല്ല നടക്കില്ല. വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാലേ പൊള്ളി പോവുക ചെയ്യണത്. അപ്പോൾ നമുക്ക് ഹോളിഡേ ട്രാവൽസ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. നമ്മുടെ പുതുപുത്തൻ വണ്ടിയാണ്, സെഡസ്ട്ര മോഡല് പ്രകാശ് ബിൽറ്റ്. അപ്പോൾ അതൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, അതിനുള്ള കയറട്ടൊന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഓരോ വണ്ടി അടുപ്പിച്ചടുപ്പിച്ചതിന് മുന്നേ നമ്മൾ മറ്റേ ഡെറാഡോ ചെയ്തു.
ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ പുതുപുത്തൻ വണ്ടികൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഭയങ്കര മറ്റേ ചേട്ടൻ ചേട്ടൻ്റെ ചോദിച്ച പോലെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. ശരിക്കും ഓരോ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫീല് നമുക്ക് തോന്നും. അതിപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പക്ഷെ അത് ഉണ്ട്. എന്തായാലും നല്ല ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ ഇത്. നമ്മുടെ വണ്ടി സെറ്റ് വർക്കൊക്കെ ചെയ്ത് നല്ല മജയുള്ള വണ്ടിയാണ്. അപ്പോൾ നല്ല എനിക്ക് മ്യൂസിക് സിസ്റ്റം ശരിക്കും കേൾപ്പിക്കാനായിട്ട് മറ്റേ നല്ല പാട്ടൊക്കെ വെച്ച് അവർ തിരിച്ചു പോരുമ്പോൾ തോന്നും. പക്ഷെ നമുക്കത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ കോപ്പറേറ്റ് അടിക്കും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. ഒരു ബീപ്പ് സൗണ്ട് വരുന്നുണ്ടല്ലോ. അതെയാ? ഓ, അത് മുട്ടി നിൽക്കുന്നല്ലേ? ഓക്കെ ഓക്കെ. ആ, അതൊരു ഇതാണ് കേട്ടോ സംഭവം. ഹാൻഡ് ബ്രേക്ക് ഒരു അതിന്റെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മുട്ടി നിൽക്കണം, നല്ല വലിയ സൗണ്ട് വരുന്നുണ്ട്. ഒരു സംഭവം എന്ന് പറഞ്ഞാലേ നമുക്കിതില് ഗിയർ ഇപ്പോൾ ഇടാൻ അറിയാത്ത ആൾക്കാർക്ക് വരെ ഇതിൽ നോക്കിയാൽ ശരിക്കും നമുക്ക് കാണാം എത്രാം ഗിയറിലെ ഫോണേന്നൊക്കെ. ആരും ഫോൺ ബില്ലടിക്കണ്ട്. അതെ, റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുത്തോ. എന്നെ മാത്രം ആക്കണ്ട. റോഡിലേക്കൊക്കെ ഉള്ള നമ്മുടെ പരപ്പനങ്ങാടി പോണ റോഡാണത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാട്ടി കൊടുക്കുക നിങ്ങളുടെ ഏരിയ. അത് മൊത്തം ചേട്ടനെ കൊടുത്തോളും. റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുക്കുക. എങ്ങനെയുണ്ട് റോഡ്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ, കാര്യങ്ങള്. വണ്ടി നല്ല സുഖമാണ് ശരിക്കും. നമുക്കിങ്ങനെ ലോങ് റൂട്ടിൽ ഇങ്ങനെ ഇട്ട് പോകണം. അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ശരിക്കും മനസ്സിലാവുള്ളൂ. വണ്ടിയുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ. ശരിക്ക് ലൈലൻഡ് തന്നെയാണ്. ഞാൻ ഇപ്പോഴും പ്രിഫർ ചെയ്യുക ലൈലൻഡ് തന്നെയാണ്. പിന്നെ നമുക്ക് റീസൽ വാല്യൂ എല്ലാം ലൈലൻഡല്ലേ ഉണ്ടാവും. അപ്പോൾ പല ആൾക്കാർ ഏഷ്യൽ എടുക്കുന്നുണ്ട്, മൈലേജ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കംപ്ലൈൻറ്റും ചിലവർ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ലൈലൻഡ് തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ കുറേ പുതിയ എന്താ സ്വിച്ച് ഓൺലൈനുണ്ടോ? നെയിം ബോർഡ് കാണിക്കാനാവും അല്ലേ? അതൊന്ന് കാട്ടി കൊടുത്തേ. ഈ നെയിം ഇത് പോലെ. അപ്പൊ ബാക്കിയുള്ളത് എടുക്കാം. ആ റോഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താട്ടോ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചേ. അപ്പൊ വീട് കഴിഞ്ഞ് പോന്നു. അപ്പോ നമ്മുടെ ഓണർ ബ്രദർ കൂടി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് കാട്ടി തരാം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. 4 days ട്രാവൽസിന് ഒരു പുതിയൊരു പുത്തൻ വണ്ടി എടുത്ത് നമുക്ക് തന്നെ അത് പെട്ടെന്ന് ഓടിക്കാനൊക്കെ കിട്ടി. അത് റിവ്യൂ ചെയ്യാൻ കിട്ടി. എന്തായാലും സന്തോഷം എല്ലാ ക്രൂ മെമ്പേഴ്സിന്റെ അടുത്തും ഓണറുടെ അടുത്തൊക്കെ. ഉപ്പട നെയിം എന്താ? ഏതാ? അബ്ദുൽ സലാം. മിക്കയിടത്തും നന്ദി പറയണു. എന്തായാലും ബാക്കിയുള്ള ചേട്ടൻ, നമ്മുടെ ഡ്രൈവർ ചേട്ടനും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലായിടത്തും താങ്ക്സ് പറയാണ്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഒരുപാട് നമുക്ക് നൈറ്റ് വിഷൻ എടുക്കണം വിചാരിച്ചതായിരുന്നു. പിന്നെ നമുക്ക് ഇനി ഒരുപാട് വൈകി ഇവിടുന്ന് വണ്ടി കിട്ടാനൊക്കെ പാടാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ ഉള്ളതുകൊണ്ടൊക്കെ നന്നാക്കി ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീട് ആവാറായോ? ശരിയാണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അവിടെ നിർത്തിയതിന് ശേഷം വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീടിൻ്റെ അവിടെ നിർത്തി വൈൻഡപ്പ് ചെയ്യാം. കൂളായിട്ടുള്ള എൻജിൻ നോയ്സാണ്. വീടായ അടുത്തടെയാണല്ലേ? ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഗൂഗിൾ പേ റെഡിയാക്കാം. ഇതല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അതിന്റെ ബാക്കി
അത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാം. അതിരിക്കും തൽക്കാലം ബൈ, നമസ്കാരം. നമ്മളെ ഹാൻഡ് ബ്രേക്ക് ഞാൻ ഇതിൻ്റെ ഓണർ ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ പേര് നെബുഹാൻ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് തുറന്നു കൊടുക്കട്ടെ. ഇവരൊക്കെ ആയിരുന്നതിലുണ്ടായിരുന്ന ആൾക്കാര്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ബ്രദർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.